ഇതിപ്പോ എത്രാമത്തെ പെണ്ണ് കാണലാ? ഇതിപ്പോ 20ാമത്തെ. 20ആയോ? എന്റേത് 5ാമത്തെയാ. 5ാമത്തെ. പേരെന്താന്നാ പറഞ്ഞേ? പിള്ളേര് കൊറേ നേരമല്ലോ സംസാരിക്കാൻ പോയിട്ട്. എന്തായാലും ഇഷ്ടമാകണ്ട് ഇത്രയും നേരം ഒന്നും സംസാരിക്കാൻ നിൽക്കില്ല. ഇനിയിപ്പോ വെച്ച് നീട്ടണോ? നമുക്ക് പെട്ടെന്ന് തന്നെ നടത്തിയാലോ? നോക്കട്ടെ, മോൾക്ക് ഇഷ്ടമാണെങ്കിൽ. അവക്ക് ഇഷ്ടപ്പെടാണ്ട് എന്താ? എൻ്റെ മോനെ തങ്കവാ, തനി തങ്കം. അവിടെ പെണ്ണ് കിട്ടാണ്ടൊന്നുമല്ല ഞങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് ഇങ്ങോട്ട് വന്നത്. അവിടുത്തെ ഒരു കൃഷ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ അമ്മയില്ലാത്തൊരു കുട്ടിയുണ്ട്, അച്ഛനും മോളും മാത്രമേ ഉള്ളൂ, നല്ലൊരു കുട്ടിയാണെന്നൊക്കെ. അതാ ഇപ്പം ഇങ്ങോട്ട് വന്നത്. അതൊക്കെയല്ലേ നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് ഇക്കാലത്ത് സ്വത്തോ പണമോ ഒക്കെ ആർക്കെങ്കിലും വേണോ? ഈ കാണുന്ന 5 സെന്റ് സ്ഥലവും വീടും മാത്രമേ ഉള്ളൂ, അത് അവൾക്കുള്ളതാണ്. നിങ്ങൾ എന്തിനീ പറഞ്ഞത് തന്നെ പറയണത്? ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ ഞാൻ എൻ്റെ സ്വന്തം മോളിനെ പോലെ നോക്കും. എൻ്റെ മോന് പെണ്ണ് കിട്ടില്ല പറഞ്ഞിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അങ്ങനെ വലിയ കളിയാക്കലായിരുന്നല്ലോ എല്ലാം കൂടെ. ഇപ്പം എന്തായടേ, നല്ലൊരു പെണ്ണിനെയും കിട്ടി, എൻ്റെ മോൻ്റെ കല്യാണവും കഴിഞ്ഞു. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടാ? എന്ത്? ഓ ഓ അത്ര ഗതിയൊക്കെ മതി. എന്നെ നോക്കാനും ഇവിടുത്തെ പണികൾ ചെയ്യാനല്ലേ? ആ ശരി ശരി, വെച്ചിട്ട് പോവാൻ നോക്ക്. വല്ലാത്ത പെണ്ണുങ്ങൾ തന്നെ. അയ്യോ, എടാ മോനെ, ഓടി വാടാ, അമ്മയ്ക്ക് തല കറക്കം തുടങ്ങിയടാ. എടാ വീണ്ടും തുടങ്ങിയമ്മേ. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലോ, കുറെ കാലമായല്ലേ. എന്നാ പിന്നെ 2 ആഴ്ച എണിക്കാൻ പറ്റില്ല. ആ ഡോക്ടർ പറഞ്ഞല്ലേ ഇയർ ബാലൻസിന്റെ എന്തെങ്കിലും എക്സസൈസ് ഉണ്ട് അത് ചെയ്യാൻ. അത് പറഞ്ഞാൽ കേൾക്കൂല്ല. ഇനിയിപ്പോ ചെവിയും കേൾക്കില്ല. എനിക്ക് കഴിയില്ല. കണ്ണിച്ചോറിയില്ലാണ്ട് സംസാരിക്കേണ്ട ചേക്ക, തല കറങ്ങിയിട്ട് ഒന്നിനും കഴിയില്ല. അതിൻ്റെ ഇടയിൽ കൂടെ കൈയും കാലം വേദനിക്കണോ? നിന്റെ ഭാര്യ എവിടെടാ? അവളുടെ അടുത്ത് വരാൻ പറ. പറയാ അതിനാണല്ലോ അവളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത്. അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റുമോ? അവൾ രാവിലെ തുടങ്ങിയ പണിയാണുള്ളത്. സന്ധ്യേ മതി, ഇങ്ങോട്ട് വാ. കണ്ണ് കാണുന്നുണ്ടോ? എന്തേട്ടാ? ആ, നമ്മുടെ അമ്മയ്ക്ക് ഈ മാസം ഇയർ ബാലൻസിന്റെ പ്രശ്നം വരും. വന്നാൽ പിന്നെ 8-10 ദിവസം ഒറ്റ കിടപ്പാണ്. അതിന് കൂടെ നടുവേദനയും കയ്യും കാല വേദനയൊക്കെ ഉണ്ടാവും. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. നീ ഒന്ന് അമ്മനെ നോക്കണേ. നീ എന്തിനാടാ നോക്കണേ എന്നൊക്കെ അവളുടെ അടുത്ത് പറയാൻ നിൽക്കണത്? ഈ അമ്മായിയമ്മ നോക്കേണ്ടത് അരുമകളുടെ കടമയല്ലേ? ഒരു കുട്ടി വേഗം പാവുന്ന്. ഓ, നാവിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ നോക്ക്, ഞാൻ പോട്ടെ. എന്താ പ്രശ്നം? പ്രശ്നം മാത്രമേ ഉള്ളൂ. നീ പോയിട്ട് കടുപ്പത്തിലൊരു ചായ കൊണ്ടുപോവാ. പോ. ആമ്മ പെണ്ണിന്റെ ഫോണല്ലേ, അതാരാ വിളിക്കുന്നു? ഹലോ, ആരാ? എപ്പോ? ആ നന്നായി. അല്ല, അപ്പോ ഏത് ഹോസ്പിറ്റലിലുള്ളത്? അയ്യോ, എന്തിനാടാ മോനെ ഇത്രയും വലിയ ഹോസ്പിറ്റലിലേക്ക് ആക്കിയത്? ആ ഞാൻ പറയാം, വെച്ചോ. അവളുടെ അച്ഛൻ എന്തോ മുറ്റത്ത് വഴുക്കി വീണിട്ടേ കയ്യും കാലും തലയൊക്കെ പൊട്ടി 3-4 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം അത്രേ. അത് പറയാൻ വേണ്ടി അതോ കുടുംബക്കാരൻ ചെക്കൻ വിളിച്ചതാ. അയ്യോ ഇതിപ്പോ ഞാൻ പെട്ടുപോയല്ലോ. 3-4 ദിവസം ഞാൻ ജോലി ലീവാക്കണ്ടേ? നീ എന്തിനാടാ ലീവാക്കണത്? നിന്റെ അച്ഛനാണോ വീണ് കിടക്കണത്? എന്തായാലും അവളുടെ അച്ഛനല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, അവളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ടേ നീ നേരം ജോലിക്ക് പോയിക്കോ. അതെ, പോകുന്നതൊക്കെ കൊള്ളാം. 1 രൂപ അവിടുത്തെ ബില്ലടിക്കാൻ വേണ്ടി നിന്റെ കയ്യിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. പിന്നെ അവളുടെ കയ്യിൽ 2 വളയും 1 ചെയിനും ഉണ്ട്. അതേറ്റ ഹോസ്പിറ്റലിൽ ചെലവാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ 2 അങ്ങോട്ട് കയറ്റില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ അവളോട് ജോലിക്ക് പോകണ്ട പറഞ്ഞല്ലേ, പിന്നെ അവളുടെ അടുത്ത് പൈസ ഉണ്ടാകാനാ? അതൊക്കെ അവളുടെ അച്ഛൻ്റെ അടുത്ത് ഉണ്ടാകും. നീ ഞാൻ പറയണ പോലെ കേട്ടാ മതി. അപ്പൊ അമ്മ വരുന്നില്ലേ? എന്നാലും അവളുടെ അച്ഛനല്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ വരാം. എന്തായാലും 3-4 ദിവസം ഉണ്ടല്ലോ, നീ പോടാ. സന്ധ്യേ, എടോ. അല്ല രാഘവേട്ടാ, മഴക്കാലം ഒക്കെ അല്ലേ, നിങ്ങൾക്കൊന്ന് നോക്കി നടന്നാ പോരായിരുന്നോ? നോക്കി നടന്നതാണ്.
അറിയാണ്ട് സ്ലിപ്പായി പോയി. നിങ്ങക്ക് എങ്ങനെ സ്ലിപ്പായും കൊണ്ട് വീണാ പോരെ? ചെക്കനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണത്. പാവം എന്റെ മോൻ. അല്ല അപ്പൊ 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടേ എത്ര പൈസയായി? 2 ലക്ഷം കഴിഞ്ഞു. 2 ലക്ഷം? ഇനിയിപ്പോ ചെക്കൻ മുഴുവൻ കൊടുത്തിട്ടുണ്ടാവോ? എടാ ഒന്നിങ്ങോട്ട് വാ, നിങ്ങൾ അവിടെ ഇരിക്കി, ഞാൻ ഇപ്പൊ വരാം. എന്താ അമ്മേ, എന്താ വിളിച്ചേ? എന്താടാ വന്നപ്പോ തൊട്ട് പെണ്ണിനെ കാണാത്ത പോലെ ഒരു കൊഞ്ചു കുഴയില്? ഹോസ്പിറ്റലിൽ പോകുമ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അങ്ങേർക്ക് വേണ്ടി 1 രൂപ പോലും ചെലവാക്കണ്ടെന്നുള്ളത്. ഇപ്പൊ 2 ലക്ഷം ആയത്രേ. അത് മുഴുവൻ നീ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അവിടെ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്ക്, ഞാൻ നോക്കട്ടെ. അമ്മ ഞാൻ എന്താ അമ്മ, എന്താ അമ്മന്റെ പ്രശ്നം? സന്ധ്യ നീ അകത്തോട്ട് പോകാൻ നോക്ക്. ഇല്ല ഏട്ടാ, വന്നപ്പോ തുടങ്ങിയതല്ലേ ഓരോന്നും പെറുപിറുക്കാൻ. അല്ല ശരിക്കും അമ്മന്റെ പ്രശ്നം എന്താ? ആ പ്രശ്നം എന്താന്ന് ഞാൻ പറഞ്ഞുതരാ. ഇവൻ 2 ലക്ഷം രൂപ സമ്പാദിക്കണമെങ്കിലേ എത്ര മാസം ജോലി ചെയ്യണം? അത് മുഴുവനും നിന്റെ അച്ഛന്റെ ബില്ലടയ്ക്കാൻ വേണ്ടി ചെലവാക്കിയതല്ലേ? പെങ്കോന്തേ, ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാമേ. ഒരു നേരം പോലും മകനെ ഹോസ്പിറ്റലിൽ ഇരുത്താൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ലല്ലോ. ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരും, അപ്പോഴത്തേക്കും നോക്കിക്കൊണ്ട് ഒറ്റ പോക്കാ. ആ മകനോട് ഞാൻ 2 ലക്ഷം വാങ്ങിച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ ബില്ലടച്ചിട്ടുണ്ടെങ്കിലേ ആ വീട്ടിൽ എന്നെ മനസമാധാനത്തോടെ ഇരിക്കാൻ നിങ്ങൾ എന്നെ സമ്മതിക്കുമോ? ഓ അപ്പം അതൊക്കെ അറിയാലേ. അല്ല അപ്പം ഇത്രയും പൈസ നീ എവിടെ നിന്ന് എടുത്ത് ചിലവാക്കി? ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, 1 കോടി വരെ കവറേജ് ഉള്ളത്. ഇതിപ്പോൾ 2 ലക്ഷം ആയിട്ടല്ലോ. അങ്ങനെ പറ. അപ്പം ഇൻഷുറൻസ് കിട്ടിയതാണല്ലേ? എന്തായാലും നന്നായി. അല്ല കല്യാണത്തിന് ശേഷം നീ ജോലിക്കൊന്നും പോയിട്ടില്ലല്ലോ, പിന്നെ ഇത്രയും പൈസൻ്റെ ഒക്കെ എടുക്കണമെങ്കിലേ മാസം നന്നായിട്ട് അടച്ചു കൊടുക്കേണ്ടി വരില്ലേ? ഓ അപ്പം അതും ചെക്കൻ അടച്ചിട്ടുണ്ടാവില്ലേ? ഒന്നും എൻ്റെ അടുത്ത് പറയില്ല. ഓ പിന്നെ എൻ്റെ അമ്മ ഞങ്ങൾ എടുത്ത പോലെ 1 കോടിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ അൺലിമിറ്റഡ് കവറേജ് ഉള്ള പ്ലാനുകളൊക്കെ വേണമെങ്കിലേ മാസം 600-800 രൂപയ്ക്കൊക്കെ എടുക്കാൻ പറ്റും. അതടയ്ക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഞങ്ങൾക്കുണ്ട്. ഇത്രയുള്ള എന്നാ പിന്നെ നിനക്ക് ഒരെണ്ണം എടുത്തു വിടരാ. അന്ന് ഹോസ്പിറ്റലിൽ തലകറങ്ങി വേണ്ടി എത്ര പൈസയാണ് കൊണ്ട് അടച്ചത്? ഇടി മോളെ അതെങ്ങനെ എടുക്കാന്നേ ചെക്കനൊന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ ഫോണിലൂടെ എടുത്തത്. ഈ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് ഉണ്ട്, അതിൽ കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ അമ്മയ്ക്ക് ഷുഗറൊക്കെ ഉള്ളതല്ലേ, ഇതേപോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ളവർക്കൊക്കെ പറ്റുന്ന പ്ലാനുകളൊക്കെ അതിലുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് എടുത്താൽ മതി. എടുക്ക. അല്ല നീ ഇനി എപ്പോഴാണ് അങ്ങോട്ട് വരുന്നത്? ഈ അവസ്ഥയിൽ എങ്ങനെയാകുമ്പോൾ ഞാൻ വരിക? അച്ഛൻ ഒറ്റയ്ക്കല്ലേ? അച്ഛനൊന്ന് റെഡി ആവട്ടെ, എന്നിട്ട് ഞാൻ വന്നോളാം. ഓ അങ്ങേർക്ക് കുഴപ്പമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞാലേ ആ കെട്ട് അങ്ങോട്ട് അഴിക്കാൻ പറ. ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കില്ല ഒറ്റയ്ക്ക്. നീയേ ആ പേരും പറഞ്ഞ് ഇവിടെ ഇരിക്കണ്ട. എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കാനാ പറ്റില്ല. നീ വേഗം വാ. അമ്മേ അവൾ അച്ഛൻ ഓക്കെ ആയിട്ട് വന്നോട്ടെ, മൂപ്പർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഓ ഒറ്റയ്ക്ക്? നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാനും അവിടെ ഒറ്റയ്ക്കല്ലേടാ. കല്യാണം കഴിഞ്ഞത് വാ നടക്ക്. ശരി എന്നാ. എന്നാ ശരി, ഞാൻ പോട്ടെ. അച്ഛനോട് പറ. കഷ്ടം തന്നെ. അവർ പോയ മോളെ? ഓ രണ്ടും പോയിട്ടുണ്ട്. ഓരോ ഉടായ്പ മകനെ കല്യാണം കഴിച്ചതാ. 20ാമത്തെ പെണ്ണ് കാണലാണത്രേ. ഈറ്റാനുള്ള സ്വഭാവം പറഞ്ഞാലേ ഒരു മനുഷ്യന്മാരവിടെ പെണ്ണ് കൊടുക്കില്ല. അതുകൊണ്ട് ഇപ്പൊ പെട്ടുപോയത് ഞാനല്ലേ. അതെന്തോ ആയിക്കോട്ടെ മോളെ, നീ കുറച്ച് താന്നു കൊടുത്താൽ മതി. കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനിടയ്ക്ക് ഒരുപാട് താഴ്ന്നു കൊടുത്ത വെച്ചാ. അവർക്ക് വേണ്ടത് ഒരു ഭാര്യനെയോ മരുമകളിനെയോ ഒന്നുമല്ല, അവിടുത്തെ പണികൾ ചെയ്യാനും അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു വേലക്കാരി, അത്രേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. താഴ്ന്നു കൊടുക്കുന്തോറും നമ്മുടെ തലയിൽ കയറി നിരങ്ങുക. ഇപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ 2 കൂടി ഇട്ടിട്ട് പോയത് കണ്ടില്ലേ? ഇനിയിപ്പോൾ അവിടെ പോയി എങ്ങനെ നിൽക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തൊക്കെ ഓലവാടി ഇത്? നിന്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോഴേക്കും ഒട്ടി ഉണങ്ങിയ. യോ തിന്നലും കുടിക്കലൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇതിപ്പോൾ 4 ആൾ കാണുക പുറത്ത് കൊണ്ടുപോയി എൻ്റെ കുട്ടിക്ക് പറ്റുമോ? അവരൊക്കെ എന്താ വിചാരിക്കുക? ഇവിടുന്ന് ഒന്നും തിന്നാനും കുടിക്കാനും നിനക്ക് തരുന്നില്ലെന്നല്ലേ? ഓ പലത് എടുത്ത് കഴിക്കാൻ നോക്ക്. എൻ്റെ വീട്ടിൽ പോയത് കൊണ്ടല്ല ഞാൻ മെലിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമേ 2 തവണ അമ്മയ്ക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നം വന്നില്ലേ? അന്നേരം എത്ര ദിവസമാണ് കിടന്നത്? ഒറ്റയ്ക്കൊന്നും വാഷ്റൂം പോകുമ്പോൾ എല്ലാം പറ്റില്ലായിരുന്നല്ലോ. അപ്പോഴൊക്കെ ഞാനല്ലേ താങ്ങിക്കൊണ്ട് നടന്നത്. എൻ്റെ കാര്യം പോലും നോക്കാണ്ട് അമ്മനെ നോക്കിയതുകൊണ്ടാ ഞാൻ മെലിഞ്ഞത്. ഓ മതി ഒന്ന് നല്ലത് പറഞ്ഞിട്ടൊന്ന് തടുക്കി പറഞ്ഞതിനാണ് അപ്പോൾ എൻ്റെ മേലെ കുതിര കയറാൻ വരുന്നത്. നീ അത് ചെയ്യാൻ നോക്ക്. ഓ ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയാണല്ലോ കേട്ടിക്കൊണ്ട് വന്നത്.
ഒരു അവസാനം വരട്ടെ, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സന്ധ്യേ സന്ധ്യേ എടോ എന്താ എടോ അമ്മയ്ക്ക് വീണ്ടും ആ എയർ ബാലൻസിന്റെ പ്രശ്നം തുടങ്ങിയടോ. ഇനിയിപ്പോൾ 8 ദിവസം ആ കടപ്പ് തന്നെയായിരിക്കും. എത്ര ഡോക്ടറെ കാണിക്കുന്നത്? ആ ഡോക്ടർ പറഞ്ഞ മരുന്നും കഴിച്ചാൽ എക്സസൈസ് ഒക്കെ ചെയ്താൽ മതി. ആര് കേൾക്കേ? എന്തായാലും നീ വാ, എന്തൊക്കെയോ ചെയ്ത് കൊടുക്കാണ്ട്. നീ വന്നാലും ശരിയാവുള്ളൂ. ഇതിനാ ഞാൻ കാത്തിരുന്നത്. അയ്യോ അമ്മേ, അമ്മ, അയ്യോ. എന്താ അമ്മേ, തീരെ പറ്റുന്നില്ലേ? അയ്യോ ഇല്ല മോളെ, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതലായിട്ടുണ്ട്. തലയൊക്കെ അങ്ങനെ പമ്പരം പോലെ കറങ്ങി കളിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ കയ്യും കാലും വേദനിച്ചിട്ടും വയ്യ. നീ ഒരു കാര്യം ചെയ്, ആ റൂമിലെ റാക്കിലെ അവൻ്റെ മരുന്നുണ്ട്, അല്ലെങ്കിൽ അതിപ്പോൾ കഴിക്കണ്ട, അവിടെ ഇരിക്കട്ടെ. നീ പോയിട്ട് അടുപ്പത്തിലൊരു ചായ കൊണ്ടുപോവാ. പോ. ആ ഇപ്പം വരെ അങ്ങനെ തന്നെ ഇരുന്നോ. ഇന്നലെ തന്നെ അവളെ കൊണ്ട് അയൺ ചെയ്യിപ്പിച്ചാൽ മതി. അത് ഇന്ന് ഫുള്ള് അമ്മേൻ്റെ ബാക്കിൽ നിൽക്കണ്ടല്ലേ, ഞാൻ തന്നെ ചെയ്യണ്ടേ, കഷ്ടം. ഈ പെണ്ണ് കുറെ നേരമായല്ലോ പോയിട്ട്. എവിടെ പോയി കിടക്കുക? എടേ എടേ, അയ്യോ എൻ്റെ കണ്ണും പോയെന്നാ തോന്നുന്നത്. നീ എന്തോ ബാഗൊക്കെ എടുത്തിട്ട് പോവാൻ നിൽക്കണ പോലെയൊക്കെ തോന്നണു. പേടിക്കണ്ട കേട്ടോ, അമ്മൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഞാൻ ബാഗും തൂക്കി പോകാൻ നിൽക്കുക തന്നെയാ. എങ്ങോട്ട്? എൻ്റെ വീട്ടിലേക്ക്, അല്ലാണ്ട് എവിടെ പോവാൻ? വീട്ടിലേക്കാ? എടാ മോനെ, ചെക്കാ ഒന്ന് വാടാ. എൻ്റെ അമ്മ എന്തിനാ എടാ എടാ വിളിക്കുന്നത്? അതിനല്ലേ അവളെ നിർത്തിയിരിക്കുന്നത്. നീ ബാഗൊക്കെ തൂക്കിട്ട് എങ്ങോട്ടാ? അതിനാ നിന്നെ ഞാൻ വിളിച്ചത്. അവളുടെ വീട്ടിൽ പോവാൻ നിൽക്കാണത്ര. വീട്ടിലേക്കാ? എന്താ സന്ധ്യ, നിന്റെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? അമ്മ ബാലൻസ് സെറ്റ് അവിടെ കിടക്കാണ്. ഇനി 5 ദിവസം ആ കിടപ്പന്നെയായിരിക്കും. മരുന്നെടുത്ത് നോക്കണം, ഭക്ഷണം എടുത്ത് നോക്കണം, വാഷ്റൂമിൽ കൊണ്ടുപോകണം, കുളിപ്പിക്കണം, എന്തൊക്കെ ചെയ്ത് നോക്കണം. അത് നീ തന്നെയല്ലേ ചെയ്യേണ്ടത്. ആ സമയത്ത് ഇട്ട് വീട്ടിലേക്ക് പോവാ. കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം 3ാമത്തെ തവണയല്ലേ അമ്മയ്ക്ക് ഈ ബാലൻസിന്റെ പ്രശ്നം വരുന്നത്. ഇതിനു മുമ്പ് 2 തവണ വന്നപ്പോഴും സ്വന്തം അമ്മനെ പോലെയല്ലേ ഞാൻ ട്രീറ്റ് ചെയ്തത്. അതിനാടി നീ ഇങ്ങനെ എടുത്തെടുത്ത് പറയണത്? അല്ലെങ്കിലും അമ്മായിയമ്മനെ നോക്കേണ്ടതേ മരുമകളുടെ കടമ തന്നെയാണ്. ആണോ അമ്മായിയമ്മേ? അങ്ങനെയാണെങ്കിലേ എൻ്റെ അച്ഛനെ നോക്കേണ്ടത് നിങ്ങളുടെ മകന്റെ കടമയല്ലേ. എന്നിട്ട് ചെയ്തോ? എൻ്റെ അച്ഛൻ വീണ് കിടക്കുന്ന സമയത്തേ നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? അങ്ങോട്ട് പോണ്ട, പോയി കഴിഞ്ഞാൽ പൈസ ചിലവാകും, ഒരു ദിവസം പോലും ലീവാക്കാണ്ട് ജോലിക്ക് പോയിക്കോന്നല്ലേ. എന്നിട്ട് ഒരു നേരം പോലും ഹോസ്പിറ്റലിൽ നിങ്ങളുടെ മകൻ വന്ന് നിന്നിട്ടുണ്ടോ? സന്ധ്യ, ഞാൻ ഹോസ്പിറ്റലൊക്കെ വന്നില്ലേ? ആ വന്നു. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജോലിയും കഴിഞ്ഞ് പേരിനൊരു വരവ്. അപ്പത്തേക്കും 100 തവണ നിങ്ങളുടെ അമ്മ വിളിക്കുമല്ലോ, വാടമോനെ വാടമോനെ, അവിടെ നിൽക്കണ്ട, പൈസ ചിലവാകും, വാ 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 പറഞ്ഞിട്ട്. അതെന്താ, മരുമോൾക്ക് ഒരു നിയമം, മരുമോനും വേറെ നിയമം അല്ലേ? നിങ്ങളെ നോക്കേണ്ടത് മരുമോളായ എൻ്റെ കടമയാണെങ്കിലേ എൻ്റെ അച്ഛനെ നോക്കേണ്ടത് മരുമോനായ നിങ്ങളുടെ മകനല്ലേ, അല്ലേ? ആണല്ലോ. അതുകൊണ്ട് കടമ കുടമാന്ന് ഇനി പറയാൻ നിൽക്കണ്ട. എൻ്റെ അച്ഛനെ പറ്റിയപ്പോൾ നീ തന്നെ നോക്കിയോന്ന് പറഞ്ഞിട്ട് 2 കൂടി അവിടെ എന്നെ ആക്കിയിട്ട് വന്നതല്ലേ. എൻ്റെ അച്ഛൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ നോക്കിക്കോളാം. അതേപോലെ നിങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലേ നിങ്ങൾ തന്നെ നോക്കണം, അല്ലാണ്ട് ഞാൻ തിരിഞ്ഞു നോക്കില്ല. അമ്മൻ്റെ എല്ലാ അസുഖങ്ങളും മാറുമ്പോൾ വിളിച്ചാൽ മതി, അപ്പോഴേ ഞാൻ ഇനി വരുള്ളൂ. എടാ, നിന്റെ മുഖത്ത് നോക്കി 4 വർത്താനം പറഞ്ഞിട്ടില്ല അപ്പൊ എന്നെ ഇറങ്ങിപ്പോയത്. അപ്പൊ നിനക്ക് 2 തിരിച്ച് പറഞ്ഞുകൂടായിരുന്നോ? അവളെ അല്ല പറയേണ്ടത്, അമ്മനല്ലേ. അല്ലെങ്കിൽ അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? എല്ലാം ശരിയല്ലേ? ഇത്ര പരം അവളല്ലേ അമ്മനെ നോക്കിയത്. അവളുടെ അച്ഛൻ എന്തെങ്കിലും പറ്റിട്ട് അങ്ങോട്ട് പോയപ്പോ എന്തൊക്കെയാണ് പറഞ്ഞത്? 10-100 സ്ഥലത്ത് പെണ്ണ് കണ്ടിട്ടാണ് അവളെ കിട്ടിയത്. അവളുടെ പോക്ക് കണ്ടത് മിക്കവാറും ഡിവോഴ്സ് തന്നെയാണ്. അങ്ങനെയായ തള്ള ഞാൻ. ചെക്കന് ഭ്രാന്തായിന്നാ തോന്നണത്. അയ്യോ അയ്യോ. ഭർത്താവിന്റെ വീട്ടുകാരെ നോക്കാനുള്ള കടമ ഭാര്യയ്ക്കാണെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരെ നോക്കാനുള്ള കടമ
ഭർത്താവിനുമുണ്ട്. അതാരും മറക്കാതിരിക്കുക. മരുമകൾക്കും മകനും വേറെ വേറെ നിയമമോ? അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. മാസം 600-800 രൂപ പോലുള്ള ചെറിയൊരു തുകയൊക്കെ മാറ്റി വെച്ചാൽ പിന്നീട് ലക്ഷങ്ങളുടെ ഹോസ്പിറ്റൽ ബില്ല് വരുമ്പോൾ ഈ സ്വർണം വിൽക്കാനോ അല്ലാതെ സ്ഥലം വിൽക്കാനോ ഒക്കെ നിൽക്കാതെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റൽ ബില്ല് സെറ്റ് ചെയ്യാം. ഇൻ കേസ് ഭാവിയിൽ ഒരു അസുഖം വന്നാൽ തന്നെ ഈ ഹോസ്പിറ്റൽ ബില്ലിനെ ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ സമാധാനത്തോടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് അത്യാവശ്യം നല്ല കവറേജ് ഉള്ള പ്ലാൻ തന്നെ തിരഞ്ഞെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ബെസ്റ്റ് ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും പിന്നീട് കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക.